വെൽക്കം ടു IFC ഇൻട്രോവേർട്ടഡ് ഫിൽമി ക്രൂ. ഈ ടൈമിങ് തെറ്റിയാ നിങ്ങളിത് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ മാർട്ടിൻ എന്ന് പറഞ്ഞ പാൻ ഇന്ത്യൻ കന്നഡ മൂവി, ധ്രുവ് സർജ അഭിനയിക്കുന്നത്. ധ്രുവ് സർജ എന്ന് പറയുന്നത് നമ്മുടെ ആക്ഷൻ കിങ് അർജുൻ്റെ അനന്തരവൻ ചിരഞ്ജീവി സർജയുടെ അനിയൻ. അർജുനാണ് ഈ സിനിമയുടെ സ്റ്റോറി. അർജുൻ്റെ അത് ജയിക്കുന്നില്ല, പുള്ളി കുറച്ച് പടങ്ങൾ ചെയ്യാറുണ്ട്. അറിയില്ല. ഈ ട്രെയിലർ റിയാക്ഷൻ തികച്ചും എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, പോട് ട്രെയിലർ പോട്. അലേർട്ട് വെച്ചാണല്ലോ തുടക്കം. അതെ, ഈശ്വര, ഇത്രയും ഭാഷ കാണാൻ കേട്ടോ. നമുക്ക് മോസ്കോ, വെറൈറ്റിക്ക് ചൈനീസിൽ ഇട്ട് കാണണം അല്ലേ. സിഡ്നി, ടർക്കി. ഇത് ഏത് രാജ്യത്തേത്? ഇന്ത്യക്കാരൻ പാകിസ്ഥാൻ, ഇന്ത്യൻ സ്പൈ അല്ലേ? എന്താടാ അത്? മാഡ്മാക്സ് ഒക്കെ എടുത്തിട്ട് ആക്ഷൻ കിങ്. അവനത് വീഡിയോ കത്തിച്ചില്ല, ഞാനത് കത്തിക്കാൻ പോയിരിക്കും. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. റോക്കി ബായുടെ അരട്ടൊരുവൻ. ഓ മാൻ, മറ്റേ സാധനമല്ലേ പട്ടി? അശ്ശേ, തന്തയെ പഠിപ്പിക്കരുത് എന്നല്ലേ അവൻ പറഞ്ഞത്. ആക്ച്വലി ലാസ്റ്റ് ഷോട്ട് കിടിലത് കേട്ടോ. പട്ടി മറ്റേ മാസ്കോട്ടോ അങ്ങനത്തെ ഒരു ബ്രീഡല്ലേ അത്? എന്തായാലും ഭയങ്കര ഓവറാണ്, ഭയങ്കര ഓവറാന്ന് പറയാം. പക്ഷെ ആക്ച്വലി ഇതിന്റെ കുറച്ച് വർക്ക് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തെറ്റിപ്പോയി. പാൻ ഇന്ത്യൻ സിനിമ അല്ല, ഇത് പാൻ വേൾഡ് പടമാണ്. കാര്യം ഇത് കൊറിയ, റഷ്യ, സ്പാനിഷ്, ഇംഗ്ലീഷ്, അതെ എല്ലാവരും കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്തിരിക്കുന്ന പടമാണ് ഇത്. എനിക്ക് മനസ്സിലായത് കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ഈ സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ആസ്വദിക്കാം. 80s കുറെ ആക്ഷൻ പടമില്ലേ, മറ്റേ ഷോസ്നേഗർ ചുമ്മാ ഒരു തോക്കൊക്കെ എടുത്തിട്ട് ചെറുപറ വെടി. അതിൽ പിന്നെ നമ്മൾ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു നേരാക്കുന്ന അല്ലല്ല, ഒരു ടേബിളിൽ അപ്പുറം ഇപ്പുറം ഇരുന്ന് പറഞ്ഞ് തീരാത്ത പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഇവര് ടാങ്ക്, മറ്റേ അല്ലേ പീരങ്കി, അത് ഇത് തോക്ക്, ബോംബ്, പീരങ്കിയുടെ തുമ്പത്തൊന്നും സിഗരറ്റ് കത്തിക്കായിരിക്കും. അല്ല, സിനിമ കാണോ അത്? എടാ അത് എനിക്ക് തോന്നുന്നു സിഗരറ്റ് കത്തിക്കാൻ അല്ലത്. അല്ല, മിക്കവാറും ആ പീരങ്കിയില്ല, അതിന്റെ നടുക്ക് ചവിട്ടുമ്പോ പീരങ്കി ഇങ്ങനെ വന്ന് കത്തിക്കുക. നിങ്ങളൊരു സിനിമ ഒരു ബാസോടെ എടുക്കണം, എനിക്ക് കാണണം കേട്ടോ. ഇങ്ങനെയായിരിക്കും ആക്ച്വലി അർജുന്റെ സ്റ്റോറിയാണ്, പക്ഷേ ഡയറക്റ്റ് ചെയ്തേക്കുന്ന പിള്ളേർ പേര് അർജുൻ തന്നെ, AP അർജുൻ. ഞാൻ ആദ്യം കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഇനി ഈ അർജുൻ മറ്റേ പേര് മാറ്റി വെച്ച പരിപാടിയല്ലോ ആയിരിക്കും. പക്ഷെ കഥയൊന്നും മനസ്സിലാവുന്നില്ല. കഥയൊന്നും ഇല്ല. ഒരു ഇന്ത്യൻ സ്പൈ, പുള്ളിക്കാരൻ പാകിസ്ഥാനിൽ ചെന്ന അമ്മാരുടെ അടുത്ത് നിന്നും മറ്റേ ഹീറോയിസം. പാകിസ്ഥാനാണോ നമ്മൾ കണ്ടത് മൊത്തം? പാകിസ്ഥാനല്ലേ. ഇടയ്ക്ക് നമ്മൾ മാഡ്മാക്സിന്റെ യൂണിവേഴ്സിറ്റി പോയതുപോലെ. അല്ല, മഞ്ഞുമലയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതാ പറഞ്ഞ എല്ലാ പടം ഉണ്ട്. നിങ്ങളുടെ 150 രൂപ ടിക്കറ്റ് എടുത്താൽ നിങ്ങളെ ഈ കണ്ട രാജ്യങ്ങളെല്ലാം കറക്കി ഒരു വേൾഡ് ടൂർ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് നാട്ടിലെത്തുന്ന ഒരു സ്കീമാണെന്ന് തോന്നുന്നു. പുള്ളിക്ക് ഡയലോഗ് ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, ഒറ്റ ഡയലോഗ് പറഞ്ഞില്ലേ ലാസ്റ്റ് ക്ലൈമാക്സിൽ. അതുപോലായിരുന്നു. എന്തിനാ തിയേറ്റർ മറ്റേ ഇങ്ങനെ കുലുങ്ങും അതിൽ.
ദിവസത്തിന് മുമ്പത്തെ പടം പൊകരു ആയിരുന്നു. പൊകരു അത് മറ്റേ ലോക്ക്ഡൌൺ ടൈം കഴിഞ്ഞ് ഇറങ്ങിയ പടം കണ്ടായിരുന്നു. അതിനല്ലേ ഒരു സോങ് അതിലൊരു സോങ് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് എന്തോ ഒരു അതിന്റെ എനിക്ക് ഓർമ്മയില്ല. രശ്മിക മന്ദനുള്ള പടമല്ലേ അത് തന്നെ. അതിൽ ആ ഒരു പാട്ട് ഭയങ്കര ഹിറ്റ് ആയിരുന്നു അന്ന്. ആ പാട്ട് ഹിറ്റായ കൂടെ തന്നെ സ്റ്റെപ്പ് ഭയങ്കര ഹിറ്റായിരുന്നു. ഹിറ്റായതിന്റെ കൂടെ തന്നെ ആ പാട്ടിന് ഭയങ്കര നെഗറ്റീവ് ഉണ്ടായിരുന്നു. അല്ല പാകിസ്ഥാൻ ജയിലിൽ ഇന്ത്യക്കാർ മാത്രമല്ല പല ഭാഷക്കാരും കിടപ്പുണ്ട്. എടാ അവർ ഈ കഥ നടക്കുന്ന ഒരു പാരലൽ യൂണിവേഴ്സിലാണ് എന്ന് ചിന്തിക്കും. പിന്നെ നിനക്ക് എന്തും ചെയ്യാം അവിടെ, മനസ്സിലായോ? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ സിനിമ അങ്ങനെ ആസ്വദിക്കേണ്ട. നമ്മൾ ഈ പടം ഈ സിനിമ ചില ആക്ഷൻ സീക്വൻസിൽ ആ ഫസ്റ്റ് മറ്റേ ഹെലികോപ്റ്റർ എടുത്ത ഷോട്ടൊക്കെ കണ്ടപ്പോൾ ഒരു രസം തോന്നി. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നം തോന്നും. ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്ന ചില ഷോട്ടുകളിൽ ഇത് ക്വാളിറ്റി ഉണ്ടല്ലോ തോന്നും. അത് നമ്മളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിന്റെ ടീസറിന് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വർക്ക് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഇവര്. അത് സ്വാഭാവികം ഉണ്ടാവും. ടീസർ ഇറങ്ങിയിട്ട് ഒരുപാട് ട്രെയിലർ ഇറങ്ങാൻ ഇത്ര സമയം എടുത്തില്ലേ? റിലീസിന്റെ നോക്കിയില്ല. ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് അടി വീഴുന്നതായിരിക്കും റിലീസ്. എന്തിനാ ഇതെല്ലാം അവിടെ അഴിയെന്തിനാ എഴുതി വെക്കുന്നത്? കാണാത്ത ആരെങ്കിലും പാൻറ് പടമല്ലേ പലർക്കും കാണാത്ത